ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ ശ്രീ SJR കുമാർ. പരാതി നൽകിയത് അദ്ദേഹമാണ്. അദ്ദേഹം തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ് ഇപ്പോൾ. ശ്രീ SJR കുമാർ, പരാതി നൽകിയിരിക്കുന്നു, അതിന്റെ ഉള്ളടക്കമാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ആദ്യം ഈ ശബരിമലയിലെ കുറച്ച് ദിവസങ്ങളായിട്ട് വാർത്തകളിൽ കൂടെ വളരെയധികം കാര്യങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഇതിനുള്ളൊരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ വളരെയധികം ഒരു കാരണവശാലും ഒരു ഭക്തന് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് ഓരോ ദിവസവും എനിക്കൊന്ന് മണിക്കൂർ കണക്കിന് തന്നെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വാർത്തകളിലെല്ലാം ഒരു കുറ്റകൃത്യോടെ നടന്നിട്ടുണ്ടെന്നും സ്വർണം മോഷണം പോയിട്ടുണ്ടെന്നും അതിന് പല സ്ഥലത്തുനിന്ന് കണ്ടെടുത്തു. ഇപ്പൊ തന്നെ പീഠം ഒരു വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. പല തെളിവുകൾ വന്നെങ്കിലും ഇതുവരെ ഈ കുറ്റക്കാരുടെ പേരിൽ ഒരു കേസോ ഒരു നടപടിയോ ഉണ്ടാകുന്നതായിട്ട് കാണുന്നില്ല. ഇത് വെറും ചർച്ചയിൽ മാത്രം ഒതുങ്ങുകയാണ്. പക്ഷെ ഒരിക്കലും അത് സാധിക്കില്ല. കാരണം ഇത് അയ്യപ്പന്റെ സ്വർണമാണ്. ഇത് ശബരിമല ധർമ്മശാസ്താവിന് അയ്യപ്പന് സമർപ്പിച്ച, ഭക്തജനങ്ങൾ സമർപ്പിച്ച ആരും ആയിക്കോട്ടെ, അവിടെ പല കാര്യങ്ങൾ കൊണ്ടും അവർ സമർപ്പിച്ച ഏത് വസ്തുവായാലും ശരി, അവിടെ പൂർണ്ണ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു ബാധ്യത തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുണ്ട്. അവർ ആ കാര്യത്തിൽ വളരെ പിന്നോട്ട് പോയെന്ന് മാത്രമല്ല, ഈ കുറ്റക്കാരോടൊപ്പം നിൽക്കുകയും ഈ സ്വർണം അല്ലെങ്കിൽ ഇത്തരം വസ്തുക്കൾ അവിടുന്ന് കളവ് പോകുന്ന സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് വരെ നമ്മൾ ഈ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതിന് ഒരു നടപടി എടുത്തേ പറ്റുള്ളൂ. കാരണം കേരള സർക്കാർ, നമുക്കറിയാം, ശബരിമലയെ തകർക്കാൻ വേണ്ടിയിട്ട് 2018 അവർ കാണിച്ചു കൂട്ടിയ കാര്യം മാത്രമല്ല, ഈ 2019 ഈ നടന്ന ഈ മോഷണം പോയി എന്നുള്ള ആദ്യത്തെ റിപ്പോർട്ട്, പിന്നീട് പലതും ഉണ്ടായി കാണും. ഇപ്പൊ തന്നെ അവിടുന്ന് സാധനം കൊണ്ടുപോയേണ്ട സ്ഥിതി നമുക്കറിയില്ല. അപ്പൊ 2019 ഇത്തരം ഒരു സാഹചര്യം സൃഷ്ടിക്കാനായിട്ട് പല കാര്യങ്ങളും ചെയ്തതായിട്ടാണ് ഇന്ന് നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ കാണുന്നത്. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, ഈ 2017 ആ ശബരിമലയിലെ സന്നദ്ധ സേവന പ്രവർത്തനം നടത്തിയിരുന്ന പല സംഘടനയെ അവിടുന്ന് പുറത്താക്കി. ശബരിമല അയ്യപ്പ സേവാ സമാജം തുടങ്ങിയ പല സംഘടനകളും അന്നദാനം തുടങ്ങിയ പല കാര്യങ്ങളും, ദാഹജലം കൊടുക്കുക, ഇത്തരം കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ 2017 അവർ അവകാശം നിഷേധിക്കുകയും അന്ന് ഈ സംഘടനകളൊക്കെ ഹൈക്കോടതികളെ സമീപിച്ചപ്പോൾ ദേവസ്വം ബോർഡ് പറഞ്ഞ ഉത്തരം, ഇനി അവിടെ അത്തരം ഒരു സാഹചര്യം ഇല്ല, ആവശ്യമില്ല. അവിടെ ഭക്തജനങ്ങൾക്ക് എത്തുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യം ദേവസ്വം ബോർഡിന് ഒരുക്കിയിട്ടുണ്ട്, അത് ധാരാളം മതിയാകും. അതുകൊണ്ട് ഇത്തരമുള്ള സംഘടനയുടെ ഈ ഭക്ഷണം കൊടുക്കുന്ന, അന്നദാനം കൊടുക്കുന്ന പ്രവൃത്തിന് ആവശ്യമില്ല എന്ന് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ദേവസ്വം ബെഞ്ച് ഈ സംഘടനകൾക്ക് അത്തരം ഒരു നടപടിയിൽ അംഗീകാരം കൊടുക്കാതെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോട് ചെയ്യാനുള്ള അനുവാദം നൽകിയില്ല എന്നുള്ള സത്യമാണ്. 2017 ശേഷം പല സംഘടനകളും, അയ്യപ്പ സംഘം എല്ലാം അവിടെ നടത്തിയിരുന്ന അന്നദാനം എല്ലാം നിർത്തലാക്കി. പക്ഷെ നമ്മൾ കാണേണ്ട കാര്യം, അത് കൃത്യമായിട്ടും ശബരിമലയിൽ നിന്ന് ഈ സന്നദ്ധ സേവാ പ്രവർത്തകരെ അകറ്റി നിർത്താൻ ഒരു കാര്യമായി ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ 2019 ആരംഭിച്ച ഈ സ്വർണ്ണ മോഷണത്തിന് വഴിയൊരുക്കുന്നതിന് വേണ്ടിയിട്ട് സാഹചര്യം സൃഷ്ടിച്ചാണ് ഇന്ന് കൃത്യതാണ്. കാരണം 2017 ഇത്തരം നമ്മൾ ഈ സംഘടനകളെ മാറ്റി നിർത്തുകയും തുടർന്ന് ഈ സംഘടനകളിലെല്ലാം ഹൈക്കോടതി സമീപിച്ച് പല പ്രാവശ്യം പെറ്റീഷനൊക്കെ ഫയൽ ചെയ്തപ്പോഴൊക്കെ വീണ്ടും അവർ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷെ നമ്മൾ അവിടെ കാണേണ്ട കാര്യം, അത്തരത്തിൽ ശബരിമല എത്തുന്ന ഭക്തജനങ്ങൾക്കെല്ലാം ഭക്ഷണം നൽകാനായിട്ട് ഏത് തരത്തിലുള്ള ഭക്ഷണം ആയിക്കോട്ടെ സൗകര്യം ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട് എങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ ഹോട്ടൽ? എത്രത്തോളം ഹോട്ടലുകളാണ് അവിടെ പ്രവർത്തിക്കുന്നത്? എത്രത്തോളം ഭീമമായ തുകയാണ് അവർ ഭക്തജനങ്ങൾ ഈടാക്കുന്നത്? മാത്രമല്ല, എന്തെങ്കിലും പരിശുദ്ധിയോടുകൂടിയാണോ ഈ ഹോട്ടലുകളൊക്കെ അവർ പ്രവർത്തിക്കുന്നതും ഈ ഭക്തജനങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതും? അല്ല, നമുക്കൊക്കെ അറിയാം. അപ്പോൾ ദേവസ്വം ബോർഡ് ഒരു കളവ് പറഞ്ഞിട്ടാണ് ഇത്തരം ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒരു അവസരം സൃഷ്ടിക്കാനുള്ള, സാഹചര്യം സൃഷ്ടിക്കാനുള്ള ഒരു കാര്യം ചെയ്തു. രണ്ടാമത്, ഇത്തരത്തിൽ ഹോട്ടലുകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ഭക്തജന സംഘങ്ങളെ പുറത്താക്കുകയും ചെയ്തു. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനത്തെ സാഹചര്യമുണ്ട്. അങ്ങനെ 2018 പുറത്താക്കിയതോടെ നമുക്കറിയാം, 2017 പുറത്താക്കിയതിനു ശേഷം 2018 നമ്മൾ കാണേണ്ടത് ശബരിമല യുവതി പ്രവേശന വിധിയെ തുടർന്ന് അവിടെ യുവതികളെ പ്രവേശിക്കാൻ ശ്രമിക്കുകയും ആ സമയത്ത് ഭക്തജനങ്ങളെല്ലാം ഒന്നിച്ചുകൂടി, പ്രത്യേകിച്ച് നമ്മുടെ കർമ്മസമ്മേളന നേതൃത്വത്തിലെ എല്ലാ സംഘടനകളും ഒന്നിച്ചു നിന്നുകൊണ്ട് നമ്മുടെ നാമജപ യാത്രയും അത്തരത്തിൽ വളരെ സമാധാനപരമായ തരത്തിലുള്ള പ്രതിഷേധം നടത്തിയപ്പോൾ അവരെല്ലാം അടിച്ചൊതുക്കാൻ ശ്രമിക്കുകയാണ്. എത്ര ഭീകരമായ ലാത്തി ചാർജും, എത്രത്തോളം ആളുകൾ ജയിലിലടയ്ക്കുകയും ഭീകരമായി മർദ്ദിക്കുകയും എന്തെല്ലാം സംഭവങ്ങളുണ്ടായി. 5 പേരുടെ ജീവൻ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടവർക്കറിയാം. അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കുകയും ഈ 2018 നമുക്ക് വേറൊരു കാര്യം കൂടെ സംഭവിച്ചു. നിലയ്ക്കൽ നിന്ന് പമ്പ വരെ നമുക്ക് യഥേഷ്ടം യാത്ര ചെയ്യാമായിരുന്നു നമ്മുടെ സ്വന്തം വാഹനങ്ങളിൽ. എന്നാൽ ഈ 2018 അവർ മറ്റു കാര്യം ചെയ്തത്, ഈ പമ്പയിലേക്ക് മറ്റു വാഹനങ്ങളൊന്നും പ്രൈവറ്റ് വാഹനങ്ങൾ കടത്തിവിടാതെയായി. നമ്മളെല്ലാം ഈ നിലയ്ക്കൽ തടഞ്ഞു നിർത്തി KSRTCയുടെ വണ്ടിയിൽ കയറി പോകണമെന്ന് വിചാരിച്ചു. നമ്മൾ അപ്പോഴും ധരിച്ചത് ഈ KSRTCക്ക് പണം ഉണ്ടാക്കാം. തീർച്ചയായിട്ടും അതൊരു ഉദ്ദേശം തന്നെയാണ്. പക്ഷെ നമുക്ക് പമ്പയിൽ എത്തിക്കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിലും സന്നിധാനത്ത് എത്താമെന്നുള്ളത് കൊണ്ട്, പക്ഷെ നിലയ്ക്കലിൽ നിന്ന് അത്ര എളുപ്പമല്ല പമ്പയിലെത്തി ഇവിടെ ശ്രദ്ധയപ്പെടാതെ കടക്കാൻ. അവർ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ
ഈ സന്നദ്ധ സംഘടനകൾ അതുപോലെ തന്നെ പ്രക്ഷോഭത്തിലുണ്ടായിരുന്നവരൊന്നും ഒരു കാരണവശാലും സന്നിധാനത്തെത്താൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് അത്രയും നിയന്ത്രണം കൊണ്ടുവന്നത്. ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള മോഷണത്തിനുള്ള സൗകര്യം, ഇങ്ങനെയുള്ളവർക്ക് അഴിഞ്ഞാടാനുള്ള, മാത്രം എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. മറ്റു പല സ്ഥലത്തുനിന്നും നെയ്ത്തേങ്ങ കൊണ്ടുവരികയും അവിടെ അത് ഉടച്ച് അതിൽ നിന്ന് പണം ഈടാക്കി വളരെ വളരെ കാര്യങ്ങളാണ് നമുക്ക് കേൾക്കുന്നത്. അതുകൊണ്ട് ഈ ഭക്തനുകളെല്ലാം മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായി, സംഘടനകളെ മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായി. ഈ മോഷണത്തിനുള്ള വസ്തുക്കൾ കടത്തിക്കൊണ്ടുപോകാനുള്ള അനുവാദം കൊടുത്തു. 39 ദിവസമായിട്ട് കൊണ്ടുപോയ വസ്തു ഒരാളുടെ കൈവശം ഇരുന്നിട്ട് അന്വേഷിക്കാൻ പോയില്ല. സുരക്ഷിതമായിട്ട് സൂക്ഷിക്കേണ്ട വസ്തുവാണ്, അവിടെ കണക്കുള്ളതാണ്. പക്ഷേ വേണ്ട ഒരു പോലീസ് അകമ്പടിയോട് സത്യം പറഞ്ഞാൽ ഇത് ചെന്നൈയിൽ എത്തിക്കേണ്ടതിന് പകരം ഒരാളിനെ വശം എത്തിക്കുകയും 39 ദിവസം കഴിഞ്ഞ് ചെന്നൈയിലെ ഈ സ്മാർട്ട് ക്രേഷിൽ എത്തുമ്പോൾ അവിടെ അവർ പറയുന്ന അവിടെ വന്നത് ചെമ്പാണെന്നാണ്. നമ്മളെല്ലാം കേൾക്കുകയാണ് ഇപ്പോൾ. അതുപോലെ തന്നെ ദേവസ്വം ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ അവിടെ തൂക്കം നോക്കുമ്പോൾ 4.8 കിലോഗ്രാം കുറവാണെന്ന് അവർ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്രത്തോളം പറഞ്ഞാൽ തീരാത്തത്ര പ്രശ്നങ്ങളാണ് ഇപ്പോൾ ശബരിമലയിൽ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കുറ്റക്കാരുടെ മേൽ ഒരു നടപടി ഉണ്ടാവുന്നില്ല. ചർച്ചകളും അതുപോലെ തന്നെ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ശ്രീ പ്രശാന്ത് പറഞ്ഞ എന്താണ്, കഴിഞ്ഞ 2 ദിവസം നമ്മൾ കേൾക്കുന്നത്, അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, കുറ്റക്കാരെ നമ്മൾ കണ്ടുപിടിക്കും. കോടതിയോട് തന്നെ സ്വമേധയാ ദേവസ്വം ബോർഡ് പറയുകയാണ് കേസ് അന്വേഷിക്കണം, ശക്തമായ അന്വേഷണം നടക്കണം. 2019 അത് ഊന്നി പറയുന്നത്. പക്ഷേ ഈ പറയുന്ന ശ്രീ പ്രശാന്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ഓഗസ്റ്റ് മാസത്തിൽ വീണ്ടും ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഈ ദ്വാരപാലക ശില്പം കൊടുത്തയക്കുന്നത്. അത് അദ്ദേഹം പറയുന്നില്ല. അതായത് കള്ളന് കൂട്ടു നിൽക്കുന്ന പണിയാണ് ഈ ചെയ്തത്. എന്നിട്ട് അദ്ദേഹം 2019 ഉദ്യോഗസ്ഥരുടെ കുറ്റം പറയാണ്. എങ്ങനെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ വീണ്ടും എന്തടിസ്ഥാനത്തിലാണ് ഈ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം, അതായത് കോടതി സ്വമേധയാ കേസെടുത്ത് നമുക്കറിയാം, ഇവരത് മറച്ചു വെച്ചു. പക്ഷേ അവിടുത്തെ സ്പെഷ്യൽ കമ്മീഷണർ കോടതി റിപ്പോർട്ട് ചെയ്തു, ഈ ശില്പങ്ങളിലുള്ള സ്വർണം പൊതിഞ്ഞ കാര്യങ്ങൾ അവിടെ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞപ്പോഴാണ് അന്വേഷിച്ചപ്പോൾ അത് ഞങ്ങൾ അഴിച്ചുകൊണ്ട് പോയി. അതിന് ഈ കോടതിയുടെ അനുവാദം വേണമെന്ന് പറഞ്ഞപ്പോൾ പത്രമാധ്യമങ്ങളുടെ എന്താണ് ഈ പ്രസിഡന്റ് പറഞ്ഞത്? അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടു പല സ്ഥലത്തും, അങ്ങനെ കോടതിയുടെ അനുവാദമൊന്നും വേണ്ട, അവിടെ ഞങ്ങളുടെ ദേവസ്വം ബോർഡിന്റെ ഇതനുസരിച്ച് അവിടുത്തെ തന്ത്രിയുടെ അനുവാദം മതി, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ അവർ പറയുന്നത്. പക്ഷെ പിന്നീട് കോടതിയിൽ അവരതല്ല പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ പ്രസിഡന്റ് അല്ലെ ഇന്നത്തെ ദേവസ്വം ബോർഡ് നിലനിൽക്കെ തന്നെ വീണ്ടും ഇത് ആവർത്തിച്ചു. അത് കൊണ്ടുപോയി തിരിച്ചുടനെ കൊണ്ടുവന്ന് പറഞ്ഞപ്പോൾ കോടതിയിൽ എത്തിക്കാൻ സാധിച്ചില്ല. 2 ദിവസം കഴിഞ്ഞ് അവർ പറയുന്നത് ഈ ദേവസ്വം ബോർഡ് അവിടെ അത് ഉരുക്കി പോയി കൊണ്ടുവരാൻ നിവൃത്തിയില്ല എന്നാണ്. അപ്പൊ വീണ്ടും തട്ടിപ്പുകളാണ് നടക്കുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കൃത്യമായിട്ടും കേരള സർക്കാരും ദേവസ്വം ബോർഡും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് സംശയരഹിതമായി തെളിയിക്കപ്പെടേണ്ടതാണ്. അതിനുവേണ്ടി അന്വേഷണം വേണം. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇത്രയും സാഹചര്യത്തിൽ പോലും കേരള പോലീസ് ഇതിനൊരു കേസെടുക്കാനോ, തൊണ്ടി മുതൽ പോലും ഒരു വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തിട്ട് അതിനെതിരെ കേസെടുക്കാനോ, ഇത്രത്തോളം ആരോപണ വിധേയനായ വ്യക്തിയുടെ ഇതിന്റെ കേസെടുക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അയ്യഭക്തന്മാരുടെ ഒരു ആവശ്യം എന്ന നിലയിലാണ് ഞാൻ എൻ്റെ സ്വന്തം നിലയിൽ അത്തരം ഒരു നടപടിയിലേക്ക് കടന്നത്. തീർച്ചയായിട്ടും അവിടെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണം. അതല്ലാതെ നമ്മൾ വെറുതെ ഈ കാര്യങ്ങൾ പറഞ്ഞ് സമയം കളഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമില്ല. കാരണം ഈ ഓരോ ദിവസം കഴിയുന്നതോറും കുറ്റവാളികൾക്ക് അവരുടെ ഈ തെളിവുകൾ നശിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. അതല്ലെങ്കിൽ അവർ മറ്റു കാര്യങ്ങളിലേക്ക് ഇടപെടും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കേസ് ചാർജ് ചെയ്ത് കുറ്റക്കാരെ അറസ്റ്റ് ചെയ്ത് അതിനുവേണ്ട നടപടിയിലേക്ക് നീങ്ങണം എന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. തീർച്ചയായും ശ്രീ എസ് ജയകുമാർ, താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേവലം ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നതല്ല ഈ സ്വർണ്ണക്കടത്തെന്ന് വ്യക്തമാണ്. പക്ഷേ ഒരു പോറ്റിയുടെ തലയിലിട്ട് മാത്രം തടിയൂരാനുള്ള ശ്രമം സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും മന്ത്രിയും ഒക്കെ ഈ നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലോ. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തി ആരുടെങ്കിലും ബിനാമിയാണോ, അത് കൂട്ടുപ്രതിയാണോ എന്ന് മാത്രമേ അറിയേണ്ടതുള്ളൂ എന്നാണ് സാധാരണ ഭക്തർ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പെറ്റീഷൻ തന്നെ ഞാൻ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ 2019 ഇപ്പൊ പത്രമാധ്യമങ്ങളിൽ വരുന്ന വിവരം അനുസരിച്ചാന്നുള്ള എന്റെ പെറ്റീഷൻ ആദ്യ ഭാഗത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. പത്രമാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് എല്ലാ പത്രങ്ങളും മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മണിക്കൂറുകൾ തോറും ഓരോ പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 2019 ദേവസ്വം ബോർഡ് കൂടി ബോർഡിന്റെ തീരുമാനമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇത് റിപ്പയർ ചെയ്യിപ്പിക്കാനായിട്ട്. അവിടെ ഒന്നാമത്തെ ചോദ്യം, റിപ്പയറിംഗ് ആവശ്യമാണോ എന്നുള്ള വലിയൊരു ചോദ്യം നിലനിൽക്കുന്നു. രണ്ടാമത്, ഇതുവരെയുള്ള കോഡ് ഓഫ് പ്രാക്ടീസ് അനുസരിച്ച് ഏതെങ്കിലും ഒരു ഭക്തൻ അവിടെ സമർപ്പിച്ച സ്വർണ്ണമോ എന്ത് വസ്തു ആയിക്കോട്ടെ അതിനൊരു കേടുപാടുണ്ടായാൽ, പ്രത്യേകിച്ചും ഈ മല്യ കൊടുത്തിരിക്കുന്നതിന് 40 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട്. അത് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാനും അല്ലെങ്കിൽ ആ പരാതികൾ സ്വീകരിക്കാനും വേണ്ടി അദ്ദേഹം ഒരാളെ സെന്തിൽ എന്ന് പറഞ്ഞ ആളെ ഏൽപ്പിച്ചതായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. അദ്ദേഹത്തെ അറിയിച്ചിട്ടില്ല, മല്യയുടെ കമ്പനിയെ അറിയിച്ചിട്ടില്ല. പക്ഷെ അവർ പകരം ഒരു പെട്ടെന്നൊരു ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടുന്നോ കണ്ടുപിടിച്ചുകൊണ്ട് വന്ന് കൊടുക്കുകയാണ്. അതിന് മറ്റു സാഹചര്യങ്ങളുണ്ട്. അത്തരത്തിൽ ഈ സമർപ്പിച്ച ഭക്തൻ ഏതെങ്കിലും കാരണവശാൽ റിപ്പയർ ചെയ്യാൻ ഏറ്റെടുക്കാനോ തയ്യാറായില്ലെങ്കിൽ
അടുത്ത നടപടി എന്താണ് ചെയ്യേണ്ടത്? അത് ലേലം വിളിച്ച് അല്ലെങ്കിൽ ഇതൊരു കൊട്ടേഷൻ വിളിക്കണം. ഇങ്ങനൊരു സംഭവമുണ്ട്, ആർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൊട്ടേഷൻ വിളിക്കണം. അതൊന്നുമില്ല. രഹസ്യമായിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് ദേവസ്വം ബോർഡ് ഉത്തരവിടുന്നതായിട്ടാണ് ഇന്നലെ കണ്ടത്. അത് ചാനലുകളൊക്കെ അത് കണ്ടു. അപ്പൊ അതെല്ലാം ഇതിന്റെ പിന്നിൽ വളരെയധികം ആളുകൾ ഇൻവോൾവ് ആണ്. ഒന്നും രണ്ടും പേരൊന്നും അല്ല. ഇത് വലിയൊരു കോൺസ്പിറസി ഉണ്ട്. ഒന്ന് ഇതിന്റെ വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. ശബരിമല താർക്കാനായിട്ടുള്ള നമുക്ക് സംശയിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ആഗോള അയ്യപ്പ സംഘം വിളിച്ചപ്പോൾ തന്നെ ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ശബരിമലയിലെ വികസനത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ആര് വിശ്വസിക്കും ഇത്? കാരണം അത്തരത്തിലൊരു സാഹചര്യത്തിലല്ല അവിടെ മീറ്റിംഗ് അവർ വിളിച്ചത്. ആ മീറ്റിംഗിൽ തന്നെ ആരെയാണ് അവർ മുഖ്യാതിഥിയായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചത്? സനാതനധർമ്മം വൈറസ് ആണെന്നും അത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും നിഷ്കാസനം ചെയ്യപ്പെട്ടാണെന്നും പറയുന്ന DMKയുടെ തമിഴ്നാടിലെ മുഖ്യമന്ത്രിയാണ് മുഖ്യാതിഥിയായിട്ട് വിളിച്ചത്. അതിൽ നിന്ന് ഉദ്ദേശം വ്യക്തമല്ല. അതല്ലേ ഒരു അയ്യപ്പ ഭക്തൻ പോലും അവിടെ എത്തിയില്ലോ. അപ്പൊ ഈ സംശയാസ്പദമായ രീതിയിലാണ് 2016 മുതൽ ഈ സർക്കാർ ഭരിക്കുമ്പോൾ ഹിന്ദുക്കൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ ക്ഷേത്രങ്ങൾ ആരാധനാ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുകയാണ്. ഇന്ന് പല ക്ഷേത്രങ്ങളും നമുക്കറിയാം, നമുക്ക് അവിടെ വേണ്ട തരത്തിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റരുത്. എത്രയോ നോട്ടിഫിക്കേഷൻസ് ആണ് ഈ സർക്കാർ കൊണ്ടുവരുന്നത് ഈ ക്ഷേത്രങ്ങളിൽ കൺട്രോള്. പക്ഷെ മറ്റ് മതസ്ഥരുടെ കാര്യങ്ങളിലൊന്നും അത് സംഭവിക്കുന്നില്ല. അപ്പം ഈ എന്തും ഹിന്ദുക്കളുടെ മേൽ ചെയ്യാം. ഈ വഴിയിൽ കെട്ടിത്തൂക്കിയ ചെണ്ട പോലെ അതൊരിക്കലും സാധ്യമല്ല. അത് സഹിക്കുന്നതിനെല്ലാം അപ്പുറം എത്തിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും ശക്തമായ തിരിച്ചടികൾ ഉണ്ടാവും, യാതൊരു സംശയമില്ല. അത് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരിക്കലും ഒരു വയലൻസിൽ കൂടെ അല്ല, വളരെ സമാധാനപരമായ രീതിയിലായിരിക്കും. അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഇന്നത്തെ നിയമപരമായ മാർഗം കൂടെ നമ്മൾ സമീപിക്കും. പിന്നീട് വരുന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല, അതിനുവേണ്ടി കേരളത്തിലെ സമ്പൂർണമായ ഹിന്ദു സമാജത്തെ നമ്മൾ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് തന്നെ ഇതിന് ഇനി ഒരിക്കലും ഇത്തരമൊരു സർക്കാർ ഈ നാട്ടിൽ ഭരിക്കാൻ ഇടപെടാത്ത രീതിയിൽ, അതല്ലെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തെ കൈകാര്യം ചെയ്യുന്ന ഇത്തരത്തിലാകാതിരിക്കാൻ രീതിയിൽ, അതല്ലെങ്കിൽ ക്ഷേത്രത്തെ മോഷ്ടിക്കുന്ന അമ്പലക്കള്ളന്മാരിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് വളരെ ശക്തമായ രീതിയിലുള്ള ചില നടപടികളിലേക്ക് നമ്മൾ നീങ്ങേണ്ടതായിട്ട് വരും. തീർച്ചയായും സർ, അവസാനമായി ഒന്നുകൂടി, കാരണം ഇതിപ്പോൾ കേവലം കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കൊള്ളയായിട്ട് അല്ല കാണുന്നത്, ദക്ഷിണേന്ത്യ മുഴുവനും വ്യാപിച്ച് കിടക്കുന്നു എന്ന് വേണം കരുതാൻ. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളിൽ വിശേഷാൽ എടുക്കുന്ന ഈ വാർത്തകളും പുറത്തുവരുന്ന വാർത്തകളും വെളിപ്പെടുത്തലും അത്തരത്തിലാണ് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്, ആ നിഗമനത്തിലേക്കാണ് എത്തിക്കുന്നത്. അങ്ങനെയെങ്കിൽ സംസ്ഥാന ഏജൻസിക്കൊക്കെ പരിമിതി ഉണ്ടെന്നും കേന്ദ്ര ഏജൻസി അന്വേഷണം വേണമെന്നും BJP ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതേ ആവശ്യം ഞാൻ തന്നെ ഇന്നലെ ഉന്നയിച്ചിട്ടുണ്ട്. ശബരിമല അയ്യപ്പസേവാ സമാജത്തിന്റെ നാഷണൽ ചെയർമാൻ എന്ന രീതിയിൽ ഇന്നലെ ഞാൻ ആ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് വളരെ വ്യക്തമാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരള സർക്കാർ അല്ലെങ്കിൽ കേരള പോലീസ് ഇതിന്റെ പേരിൽ ഒരു നടപടി എടുക്കേണ്ട സമയം വളരെ വൈകിപ്പോയി. അതുകൊണ്ടാണ് ഇന്നിപ്പോ പെറ്റീഷൻ കൊടുത്തത്. പക്ഷെ അതുകൊണ്ട് നമുക്കറിയാം, കേരള സർക്കാരോ അല്ലെങ്കിൽ ഇപ്പോ ദേവസ്വത്തിന്റെ വിജിലൻസോ ഒന്നും അന്വേഷിച്ചാൽ, അല്ലെങ്കിൽ കേരളത്തിന്റെ തന്നെ വിജിലൻസോ ഒന്നും അന്വേഷിച്ചാൽ ഇത് എങ്ങും എത്താൻ പോകുന്നില്ല. കാരണം ഈ മോഷ്ടാക്കൾ ഇവരുടെ ഉള്ളിൽ തന്നെ പലതും ഉണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള നേതാക്കന്മാരുണ്ടാവാം, ദേവസ്വം ബോർഡിലെ ആൾക്കാരുണ്ടാവാം, ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് കൃത്യതയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ ഈ കേരളത്തിന് പുറത്തേക്ക് ഇത് വിശാലമായി കിടക്കുകയാണ്. കാരണം ബാംഗ്ലൂർ, ചെന്നൈ ഒക്കെ ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഈ പറഞ്ഞ വസ്തുക്കൾ എവിടെയൊക്കെ കൊണ്ടുപോയി, ആരുടെയൊക്കെ മുന്നിൽ പ്രതിഷ്ഠിച്ചു, ഇതെല്ലാം വളരെ വിവാദമുണ്ടായിട്ടുണ്ട്. ഇത് ചെറിയൊരു മോഷണത്തിനപ്പുറം ശരിക്കും പറഞ്ഞാൽ ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങളെ തന്നെ തകർക്കുന്ന തരത്തിലുള്ള പെരുമാറ്റമാണ് ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഇതുവരെ കേട്ടതെന്ന് മനസ്സിലാകുന്നത്. പലരുടെയും വീടുകളിൽ കൊണ്ട് വെക്കാനുള്ള കാര്യമാണോ ഇത്? അയ്യപ്പന്റെ നമുക്കറിയാം, ആ ബ്രഹ്മചാരിയായിട്ടുള്ള ബ്രഹ്മചര്യത്തിലുള്ള അയ്യപ്പന്റെ അവിടെ ഒരു യുവതികളായിട്ടുള്ള 10-നും 50-ഉം വയസ്സിനിടയ്ക്കുള്ള സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ലെന്ന് മാത്രമല്ല ധാരാളം കാര്യങ്ങളുണ്ട്. ഈ ശബരിമലയിൽ എത്തുന്ന ഒരു ഭക്തന് പാലിക്കപ്പെടേണ്ടതായിട്ടുള്ള എത്രയോ കാര്യങ്ങളുണ്ട്. എത്ര പരിശുദ്ധിയോടുകൂടിയാണ് അവിടുത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അവിടുത്തെ ഓരോ നീക്കവും അനക്കവും പോലും ശ്രദ്ധിക്കപ്പെടുന്ന കാര്യമുണ്ട്. അത്തരം ഒരു ക്ഷേത്രത്തിന്റെ വസ്തുക്കളെ പ്രദർശന വസ്തുവാക്കിക്കൊണ്ട് സാമ്പത്തിക സമാഹരണത്തിന് വേണ്ടി ഓരോരുത്തരും വീടുകളുടെ കിടപ്പുമുറിയിലേക്ക് വരെ എത്തിക്കുന്ന തരത്തിലേക്ക് പോയത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇതിന് കൂട്ടുനിൽക്കുന്നവരും കൂടെ നമ്മൾ അവർ കുറ്റവാളികളാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരിക്കലും ഇത് നമ്മളൊന്നും അംഗീകരിക്കുന്ന വിഷയമല്ല. അപ്പൊ അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഒരു CBI അന്വേഷണത്തിൽ കുറഞ്ഞ ഒന്നും ഇവിടെ അസാധ്യമാണ്. അത് കേന്ദ്ര സർക്കാരിനോട് തീർച്ചയായിട്ടും നമ്മൾ ആവശ്യപ്പെടും. കൂടാതെ കോടതി തുറന്നു കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ കൊടുത്ത ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെയുള്ള കേസിൽ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞിരുന്നു. കാരണം ഈശ്വരനായിട്ട് അതിന് മുമ്പ് തന്നെ ഇക്കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്നു. നമ്മൾ ആ കേസിൽ തന്നെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ കേസ് ഇതുവരെ തീർന്നിട്ടില്ല. തീർച്ചയായിട്ടും ആ കേസിന്റെ ഭാഗമായിട്ട് ഈ കൂടുതൽ അന്വേഷണത്തിന്റെ കാര്യങ്ങളും ഇതെല്ലാം നമ്മുടെ കോടതിയിൽ നമുക്ക് ഉന്നയിക്കും. തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ S. ജയകുമാർ, നമ്മളോട് സഹർഷൻ ഇത്രയധികം പ്രതികരണങ്ങളും നൽകിയതിന്. അദ്ദേഹമാണ് ഈ സ്വർണ്ണക്കടത്തിൽ പരാതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്, കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുന്നതും.